അങ്ങനെയല്ല. ഇതില് അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുള്ളത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണുക എന്നുള്ളതാണ്. ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുകയും അത് 2013 തന്നെ PWD റിപ്പോർട്ട് കൊടുക്കുകയും അത് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടവുമായിരുന്നു. നിർഭാഗ്യവശാൽ ഒരു സ്ത്രീക്ക് അവിടെ ദാരുണാന്ത്യം സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അവിടെ 2016 ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോഴാണ് പുതിയ കെട്ടിടം കിഫ്ബി വഴി നിർമ്മിക്കുന്നതിന് തീരുമാനമെടുക്കുകയും കിഫ്ബി വഴി ആ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൽ വന്നിട്ടുള്ള അസൗകര്യങ്ങളും ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിൽ വന്നിട്ടുള്ള കാലതാമസവുമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് ചുവപ്പ് നാടയുടെ മാത്രം പ്രശ്നമാണ്. ഇത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണെന്നോ ഇത് പർവ്വതീകരിച്ച് കാണേണ്ടതിന്റെ ആവശ്യകതയുണ്ടെന്നോ എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം. ഹസ്കർ, ഈ ചുവപ്പ് നാടയുടെ സംഭവം ഓരോ ഫയലുകളും ഓരോ ജീവിതവും പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നാടാണിത്. അവിടെ ഒരു ചുവപ്പ് നാടയിൽ കുടുങ്ങി ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അങ്ങനെയല്ല. നമ്മളിപ്പോഴും ഒരു കൊളോണിയൽ ഹാങ് ഓവർ ഉള്ള ഒരു ഭരണകൂടമാണുള്ളത്. ഭരണകൂടം എന്ന് പറയുന്നത് അങ്ങനെ കാലാകാലങ്ങളിൽ മാറുന്നതല്ല. ബ്യൂറോക്രസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആ ഹാങ് ഓവറിൽ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് 9 കൊല്ലം കൊണ്ടോ ഒരു 15 കൊല്ലം കൊണ്ടോ തിരിച്ചു മാറ്റാൻ കഴിയുന്ന മാറ്റങ്ങളല്ല ചെയ്തിട്ടുള്ളത്. പിന്നെ എങ്ങനെ VN ഹസ്കർ നമ്പർ 1 കേരളം എന്ന് എടുക്കെ ഓരോ തവണയും പറയുന്നത്, ഓരോ തിരഞ്ഞെടുപ്പിലും പറയുന്നത്, ഓരോ ദിവസവും പറയുന്നത് ആരോഗ്യ കേരളം നമ്പർ 1. ഇങ്ങനെ കെട്ടിടങ്ങൾ പൊഴിഞ്ഞു വീണ് മരിക്കാനാണോ ആരോഗ്യ കേരളം നമ്പർ 1 ആകുന്നത്? കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ 1 എന്ന് അവകാശപ്പെടുന്നത് കേരള സർക്കാർ മാത്രമല്ല. കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് സൈറ്റുകളിലാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയും ലോകത്താകമാനുള്ള ആരോഗ്യ സംഘടനകളുടെ പഠനങ്ങളിലാണ് കേരളം നമ്പർ 1 ആകുന്നത്. നമ്മുടെ നിപ്പ ക്ലിനിക്കുകൾ പരിശോധിക്കൂ. ലോകത്താകമാനം നിപ്പ മരണനിരക്ക് 70% കേരളത്തിൽ അത് 30% പിടിച്ചു നിർത്താനായി എന്നുള്ളത് ചെറിയവാണോ? അതുപോലെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം ലോകത്ത് 98% ആളുകൾ മരിക്കുമ്പോൾ കേരളത്തിൽ അത് 17% പിടിച്ചു നിർത്താൻ കഴിയും. അത് ഡോക്ടർ ഹാരിസിനെ പോലുള്ള നിസ്തൂലരായിട്ടുള്ള സേവനമനുഷ്ഠിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഈ ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാർ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, ഇവർക്കെല്ലാം അവകാശപ്പെട്ട വിജയമാണ്. ഇതൊരു മന്ത്രിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ ഒരു ഭരണസമിതിയുടെയോ നേട്ടമായി അങ്ങനെ ചെറുതായി കാണേണ്ടതല്ല. ഇത് കൂട്ടായ പ്രവർത്തനത്തിന്റെ പേരിൽ ലോകത്തിന് മാതൃകയായി കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഹസ്കർ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഓരോ ഫയലുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരിക്കുന്ന സെക്രട്ടേറിയറ്റ് കെട്ടിടം സംരക്ഷിക്കാൻ 6ഉം 7ഉം സിവിൽ എഞ്ചിനീയർ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു കഥകിന്റെ ഒരു ശബ്ദം വ്യത്യാസം ഉണ്ടായാൽ പോലും അവർ മറുപടി പറയണം. അത്രയ്ക്ക് ഫാസ്റ്റാണ് അവിടെ കാര്യങ്ങൾ. അപ്പോൾ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിയുടെ ജീവന്റെ വില മാത്രമേ ഉള്ളൂ, അവരുടെ ജീവന് മാത്രമേ വിലയുള്ളൂ. നമ്മൾ സാധാരണക്കാർക്ക് ജീവൻ ഒരു വിലയുമില്ലേ? അല്ല, സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിൽ തന്നെയാണ്. ഇതൊരു നിർഭാഗ്യകരമായ സംഭവമായി പോയി. അത് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടം അത് പൊളിച്ചു മാറ്റുന്നതിനാവശ്യമായ നടപടികൾ എടുക്കേണ്ടതായിരുന്നു. ആ കുറ്റം നിശ്ചയമായും സ്വയം വിമർശനപരമായി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അതിന്റെ പഠനം അതിനെ സംബന്ധിച്ച് കളക്ടറുടേതായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും കുറ്റക്കാരായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അത് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഇത് നമ്മുടെ ആരോഗ്യ മേഖലയെ തളർത്തുന്നതിനും അതിനെ പിന്നോട്ടടിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനമായി ചിത്രീകരിക്കാൻ പാടില്ലെന്ന ഒരു അപേക്ഷ മാത്രമേ ഇക്കാര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.